ഒരു പെണ്ണിന് മറ്റൊരു പെണ്ണിനോട് ഇമോഷണലി, റൊമാൻറ്റിക്കലി, സെക്ഷലി ഒരു അട്രാക്ഷൻ തോന്നുന്നതിനെയാണ് നമ്മൾ ഹോമോസെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ലെസ്ബിയനിസം എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ലെസ്ബിയൻ ആയിട്ടുള്ള ഒരു കപ്പിളിനെ കാണുമ്പോൾ നമ്മളിൽ ആളുകൾ വിചാരിക്കുന്നത് ഇതൊരു മാനസിക വൈകല്യമാണ്, ഇത് പ്രകൃതി വിരുദ്ധമാണ് എന്നൊക്കെയാണ് ധാരണ. എന്നാൽ എങ്ങനെയാണോ ഒരു ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള കാര്യം നോർമലായിട്ടുള്ളത് ഈ പ്രകൃതിയിൽ, അതുപോലെ തന്നെ വളരെ നോർമലായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. ഈ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്ന സാധനം നമ്മൾ മനുഷ്യരിൽ മാത്രം സ്പെഷ്യലായിട്ട് കാണുന്ന ഒരു സാധനമൊന്നുമല്ല, അത് മറ്റു പല ജീവി വർഗ്ഗങ്ങളിലും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് സിംഹങ്ങൾ, ഡോൾഫിനുകൾ, ജിറാഫുകൾ, നിരവധി പക്ഷികളുടെ സ്പീഷീസുകൾ, 100-ലധികം ഇൻസെക്റ്റുകൾ, ആടുകൾ, അങ്ങനെ 1500-ലധികം അനിമൽ സ്പീഷീസുകളാണ് നമ്മൾ സ്വർഗ്ഗാനുരാഗം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. ആക്ച്വലി നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ വിചാരം നമ്മളെന്തോ വലിയ സ്പെഷ്യലായിട്ടുള്ളൊരു സംഭവമാണെന്നാണ്. സത്യത്തിൽ ഈ പ്രകൃതിയിലുള്ള മറ്റേതൊരു ജീവിയെ പോലെ മാത്രം പ്രത്യേകതയുള്ള ഒരു ജീവി മാത്രമാണ് നമ്മൾ, ഒരു ജന്തുവാണ് നമ്മൾ. ലെസ്ബിയൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് വെറും കോംപ്ലക്സ് മിക്സ് ഓഫ് ബയോളജി, ബ്രെയിൻ കെമിസ്ട്രി, ഹോർമോൺസ് ആൻഡ് ജെനറ്റിക്സ് ഇതിൻ്റെ ഒരു ഫലം മാത്രമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചോയ്സ് അല്ല. ഇപ്പം നമ്മൾ ഹെട്രോസെക്ഷൽ ആണ് എന്ന് പറയുന്നതിൽ നമുക്കിങ്ങനെ അഭിമാനിക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ല. ഇതൊക്കെ വെറും കുറച്ച് കെമിക്കൽസിൻ്റെ കളികൾ മാത്രമാണ്. ഇതേപോലെ തന്നെ വളരെ നോർമലായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് LGBTQ+ കമ്മ്യൂണിറ്റിയിലുള്ളവർ. എന്നോട് പലരും ചോദിക്കാറുണ്ട്, ബ്രോ LGBTQ+ കമ്മ്യൂണിറ്റിനെ അംഗീകരിക്കാറുണ്ടോ, അവരെ സപ്പോർട്ട് ചെയ്യാറുണ്ടോ എന്ന്. അതായത് ഈ ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ആളുകളുടെ അംഗീകാരവും ഈ സപ്പോർട്ടൊന്നും ആർക്കും വേണ്ട. ഇവിടെ ഒരു മനുഷ്യൻ ജനിക്കുന്നതും ജീവിക്കുന്നതും ഈ ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ആളുകളുടെ അംഗീകാരം കിട്ടിയിട്ടല്ല. ഈ ഭൂമി ഒരുത്തൻ്റെയും തന്തയുടെ വകയല്ല. എങ്ങനെയാണ് ഒരാൾ ഹെട്രോസെക്ഷൽ ആവുന്നത്, അല്ലെങ്കിൽ ഹോമോസെക്ഷൽ ആവുന്നത്, ബൈസെക്ഷൽ ആവുന്നത്, അസെക്ഷൽ ആവുന്നത്, ഇതിനൊക്കെ ഇന്ന് ഒരുപാട് ശാസ്ത്രീയമായ പഠനങ്ങളും തെളിവുകളും നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ബിഗ് ബോസിൽ ആദില നൂറ എന്ന് പറഞ്ഞിട്ട് 2 കപ്പിൾസ് മത്സരിക്കുന്നുണ്ട്, ലെസ്ബിയൻ കപ്പിൾസ്. അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല, ഇതിനെ നോർമലൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള ലക്ഷ്മി പറയുന്നുണ്ട്. അപ്പം മോഹൻലാൽ പോയിട്ട് ഈ ലക്ഷ്മിയെ നല്ലപോലെ ശകാരിക്കുന്നുണ്ട്, ചീത്ത വിളിക്കുന്നുണ്ട്. ശരിക്കും അങ്ങനെ ചീത്ത വിളിച്ചിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ല ഇത്. ലക്ഷ്മി എന്നിട്ട് അവളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവളുടെ അറിവില്ലായ്മ മാത്രമാണ്. അതുമാത്രമല്ല, സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്കൊന്നും ഈ വിഷയത്തെ പറ്റിയിട്ട് യാതൊരു അറിവുമില്ല. നമ്മളെപ്പോലെ ചിന്തിക്കാത്ത, നമ്മളെപ്പോലെ ജീവിക്കാത്ത ആളുകളൊക്കെ മാനസിക രോഗികളാണ്, ഭ്രാന്തന്മാരാണെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് കമൻ്റ് ഇട്ട് മെഴുകുകയാണ്. സെക്സ് എഡ്യൂക്കേഷൻ്റെ അഭാവമാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെ കാരണം. പലരുടെയും വിചാരം ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ആണും പെണ്ണും തമ്മിൽ എങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു സാധനമാണെന്നാണ്. അല്ല, എങ്ങനെയാണ് പുരുഷനുണ്ടാവുന്നത് അല്ലെങ്കിൽ സ്ത്രീ ഉണ്ടാവുന്നത്, ഹോമോസെക്ഷൽ, ഹെട്രോസെക്ഷൽ, ബൈസെക്ഷൽ, അസെക്ഷൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട്, അങ്ങനെ പല ലെയേഴ്സുള്ള ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയെ പറ്റിയിട്ട് പഠിപ്പിക്കുക. അല്ലാതെ ചെറുപ്പം മുതലേ മതം കുത്തിവെച്ച് മനുഷ്യരെ തമ്മിൽ തെറ്റിച്ച് പരസ്പരം അംഗീകരിക്കാതെ, മനസ്സിലാക്കാതെ, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാവാതെ, തങ്ങൾ പഠിച്ച കാര്യമാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരു മണ്ടൻ സമൂഹത്തിൻ്റെ ഇടയിലാണ് നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നത്. ഇത്രയും ഡയലോഗ് അടിച്ച ഈ ഞാൻ വരെ LGBTQ+ കമ്മ്യൂണിറ്റിയെ അംഗീകരിക്കാതെ അവരൊക്കെ മണ്ടന്മാരാണ്, മാനസിക രോഗികളാണെന്നൊക്കെ പറഞ്ഞു നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എനിക്ക് വരെ പഠിച്ചു മാറാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും അത് സാധിക്കും. നമ്മുടെ ജീവിതം എന്നൊക്കെ പറയുന്നത് വളരെ കുറച്ച് സമയം നമ്മൾ ഈ ഭൂമിയിലുള്ളൂ. എന്തിനാണ് നമ്മളിങ്ങനെ മറ്റുള്ളവരെ വെറുക്കുന്നത്? ചിന്തിക്കൂ.